വി എസിനെ കുറിച്ചുള്ള എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ വി എസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം മുതൽ എനിക്കറിയാം. പിന്നെ കൂടുതലും അടുത്തറിയാൻ തുടങ്ങിയ വി എസ് പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇങ്ങനെ വന്ന് അദ്ദേഹം നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്നു. അതിൽ ആകർഷണമാണ് കൂടുതൽ അദ്ദേഹത്തിന്റെ ഒരു ഫാനായിട്ട് മാറിയത്. വി എസ് എല്ലാ തിരുവോണ നാളുകളിലും ഓണക്കാലത്തും എൻ്റെ ഉത്രാടത്തിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉത്രാടം, തിരുവോണാവട്ടം ഈ 3 ദിവസക്കാലം ഇവിടെ അദ്ദേഹം കാണും. ആ ദിവസം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും അദ്ദേഹത്തെ വന്ന് കാണുവാനും ഓണാശംസകൾ നേരുവാനും ഒക്കെ വലിയ തിരക്കാണ് ഈ വീടുണ്ടാകുന്നത്. അതൊക്കെ ഒരു വലിയ അനുഭവം തന്നെയാണ്. അദ്ദേഹത്തെ കാണാൻ വരുന്ന കുഞ്ഞുകുട്ടികൾ സഹിതം അദ്ദേഹത്തിന് വന്ന് ഓണാശംസകൾ നേർന്നതിനുമൊക്കെ ഇവിടെ വരാറുണ്ട്. പുന്നപ്രവേശ സമരനായകനാണ്. മുടങ്ങാതെ കേരളത്തിലുണ്ടെങ്കിൽ ആ ചടങ്ങിന് ഒരു വർഷം പോലും അദ്ദേഹം മുടങ്ങാറില്ല. രാവിലെ സമരഭൂമിയിൽ നടക്കുന്ന പുഷ്പാർച്ചന റാലിയിലും അവിടെ വന്ന് രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തുവാനും അതോടൊപ്പം തന്നെ വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകനും വി എസ് തന്നെയാണ്. അങ്ങനെ 2019 വി എസ് അവസാനമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ പൊതു പരിപാടിയും അതുതന്നെയാണ്. അങ്ങനെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ പോരാട്ടങ്ങളും കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് എല്ലാവർക്കും, കേരളത്തിലെ മലയാളികൾക്കും കേരളത്തിലാകെ ഒരു വലിയ തീരാ നഷ്ടമാണ് അദ്ദേഹത്തിന്. എന്റെ അപ്പൂപ്പൻ, അതായത് അമ്മയുടെ അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ പുന്നപ്രവേലാർ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. അവരോടൊപ്പം അവര് വി എസിനേക്കാൾ അല്പം മുതിർന്നവരായിരുന്നു. അവരോടൊപ്പം പുന്നപ്രവേലാർ സമരത്തിലൂടെ കടന്നു വന്ന വി എസ് കുട്ടനാട്ടിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ സമരം ദേശീയ നേതാവായി വരുന്ന പോളിറ്റ് ബ്യൂറോ അംഗമായി തീർന്ന ഒരു സഖാവ്. ആ സഖാവിന്റെ ഓർമ്മ ഞങ്ങൾ നാട്ടുകാരനെന്ന നിലയിൽ ഓർക്കുമ്പോൾ നാട്ടുകാരുടെ എല്ലാം ചേട്ടനും ചേച്ചിയുമാണ് വി എസും വസുമതി ചേച്ചിയും. തിരുവോണനാളിന് 1-2 ദിവസം മുമ്പ്, മിക്കവാറും 2 ദിവസം മുമ്പേ തന്നെ അദ്ദേഹം എത്തും. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വേലിക്കകത്തെ വേലി അടയ്ക്കില്ല, ആ ഗേറ്റ് അടയ്ക്കില്ല, അത് തുറന്നു കിടക്കും. എല്ലാവർക്കും അദ്ദേഹത്തെ വന്ന് കാണാം. അതിന് രാഷ്ട്രീയത്തിലുള്ള ചെറുപ്പ വലിപ്പമോ പ്രായഭേദമന്യോ ഒന്നുമില്ല. എല്ലാവർക്കും വന്ന് കാണാവുന്നവരാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഇരിക്കുന്ന സമയം മുതൽ ഞാൻ സർവീസ് സംഘടനയിൽ പോവുകയും സർവീസ് സംഘടനയുടെ പ്രവർത്തനത്തിൽ അതിന്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന മാതൃകാ പുരുഷൻ, നമുക്കൊരു രാഷ്ട്രീയ ഗുരു എന്ന് പറയാവുന്ന നമ്മൾ ദക്ഷിണ വയ്ക്കാത്ത ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം ഞാൻ ഇതിനു മുമ്പും പല പ്രാവശ്യം എന്റെ സുഹൃത്തുക്കളോട് പറയുന്നത് പോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പാഠപുസ്തകമായി മാറിയ ജീവിതമാണ് വി എസിന്റെ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് അദ്ദേഹത്തിന്റെ 102 വയസ്സുള്ള അദ്ദേഹത്തിന്റെ ഒക്ടോബർ 20 ആകുമ്പോൾ 102 വയസ്സ് പൂർത്തിയാകും. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു ഗവേഷണ വിഷയം തന്നെ ആകാനുള്ള സമര ചരിത്ര പാരമ്പര്യമുണ്ട്. വി എസ് ഇല്ലാത്ത ആലപ്പുഴ, വി എസ് ഇല്ലാത്ത അമ്പലപ്പുഴ, വി എസ് ഇല്ലാത്ത പുന്നപ്ര ഞങ്ങൾക്ക് ദുഃഖം തന്നെയാണ്. വി എസ് എന്റെ തൊട്ടയലോക്കാണ്. എന്റെ നേരെ കിഴക്കേ വീട്ടിലാണ് താമസിക്കുന്നത്. വി എസിന്റെ തൊട്ട് പടിഞ്ഞാറിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു 1970 മുതൽ വി എസ് ഞാനുമായിട്ട് ഈ റോഡൊക്കെ വരുന്നതിന് മുമ്പ് വി എസ് എന്റെ വീട്ടിൽ കൂടെയാണ് പടിഞ്ഞോട്ട് പോയി ഹൈവേ കയറിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ ഇവിടെ റോഡൊക്കെ വന്നത്. റോഡ് വന്നിട്ട് കുറച്ച് കാലമാണ്. എല്ലാ ഓണത്തിനും കൃത്യമായിട്ട് വി എസ് ഇവിടെ വരും. ഇപ്പം 4 കൊല്ലമായിട്ട് വയ്യാത്തതുകൊണ്ട് വരുന്നില്ല. എന്നിട്ട് ഉത്രാടത്തിന്റെ അന്ന് വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2ാം ഓണത്തിന് പോകും, ചിലപ്പോൾ 3ാം ഓണത്തിന് പോകും. അങ്ങനെ ഞങ്ങൾ വന്ന് കാണും, വിഷയം പോകും. അല്ലാതെ വേറെ പിന്നെ തൊട്ട് അയലോക്കമല്ലേ, കയറുന്നതിനൊന്നും നേരത്തെ മതിലൊന്നും ഇല്ലായിരുന്നു, തുറന്നു കിടക്കുമായിരുന്നു. പിന്നീടാണ് മതിലൊക്കെ വന്നത്. വേലിക്കകത്തുനിന്നാണ് വീട്ടുപേര്. പിന്നെ ഇപ്പം മതിലകത്തായി പോയെന്നേ ഉള്ളു. ശരിക്കും ബന്തലത്തറ അല്ലെ, ഇത് വേലിക്കകത്താണ്. പുള്ളി ജനിച്ചത് ബന്തലത്തറയാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് പാടത്തിന്റെ റബ്ബിലാണ്. അറിയാം, നാട്ടുകാരനല്ലേ. പുള്ളിയുടെ ചേട്ടന്റെ മകന്റെ വസ്തുവായിരുന്നു അത്. ഈ വസ്തു പുള്ളി അത് വിലയ്ക്ക് വാങ്ങിച്ചതാണ്. അങ്ങനെയാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. അതിനു മുമ്പ് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം ചെയ്തിട്ടുണ്ട് കേരളത്തിനായിട്ട്. അല്ല നാടിന് ഇവിടെ അമ്പലപ്പുഴ മണ്ഡലത്തിന് വേണ്ടിയിട്ടല്ല ചെയ്തിരിക്കുന്ന പുള്ളി. കേരളത്തിന് ചെയ്യാൻ പറ്റിയ മുഴുവൻ കാര്യങ്ങളും എൻ്റെ
വലിച്ചും ചെയ്തിട്ടുണ്ട്. അത് തന്നെ അയൽവാസിയാണ്. അവര് എന്റെ കൂടെ പഠിച്ച ആശയും അരുണൊക്കെ എന്റെ കൂടെ എന്റെ ഇവിടെ കനക്കുളങ്ങര എന്റെ കൂടെ അവിടെ പഠിച്ചിട്ടുള്ള ടീമാണ്. സന്തോഷം കയറാം എപ്പോഴേ സമയത്ത് വന്നാലും ശരി. അപ്പം എളുപ്പങ്കരത്ത് നടക്കാൻ പോകാൻ നേരത്താണെങ്കിലും ശരി കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു സാധാരണ മനുഷ്യനായിട്ട് എപ്പോൾ വന്നാലും നല്ല സാധാരണ ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു. എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് അതിനുള്ള മറുപടി ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിലൊരു തൊഴിലാളി വർഗത്തിന്റെ മുന്നണി പോരാളിയായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ പറ്റിയിട്ടുള്ളത്. കാരണം സമരത്തിന്റെ തീച്ചൂളകളിൽ വളർന്ന ഒരു സമര പോരാളിയാണ് VS. ലോക തൊഴിലാളി വർഗത്തിന് തന്നെ ഒരു തീരാ നഷ്ടമാണെന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ. മാത്രമല്ല VSന്റെ തീക്ഷ്ണമായ സമരത്തെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയാം യഥാർത്ഥത്തിൽ VS ആരായിരുന്നു എന്നുള്ളത്. തൊഴിലാളി വർഗത്തിന്റെ തീരാ നഷ്ടമായിരുന്നു VSന്റെ വിയോഗം. അത് ഒരു തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല, ലോക തൊഴിലാളി പ്രസ്ഥാനത്തിനാകെ VSന്റെ ഈ വിയോഗം വളരെയേറെ തീരാ നഷ്ടത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അതെന്റെ വ്യക്തിപരമായ വിലയിരുത്തലുമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന VSന്റെ മരണം അടഞ്ഞപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു രീതിയിലാണ് ഇവിടുത്തെ ജനതയ്ക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പം നാളെ VSന്റെ ഇത് കാണുമ്പോൾ അറിയാം ഒരു ഈ കേരള ജനതയുടെ വികാരം എന്തായിരുന്നു VSുമായിട്ടുള്ള സമരമുഖങ്ങളിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും VSനെ ശരിയായ രീതിയിൽ വിലയിരുത്തിയിട്ടാണ് ജനം VSനെ കണ്ടിട്ടുള്ളത്. ആ ഒരു തീക്ഷ്ണമായ സമരവും ജീവിതവും ഇവിടുത്തെ തൊഴിലാളി വർഗത്തിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ഒരു പിന്നെ തനിമയായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു VS. ഇതേപോലൊരു നേതാവ് ഇനി ഈ യുഗത്തിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൂടാ. കാരണം അത്രയും തീക്ഷ്ണമായ ഒരു സമരമുഖത്തിലൂടെ വളർന്നു വന്ന സാധാരണ കുടുംബത്തിൽ നിന്ന് തൊഴിലാളി വർഗത്തിന്റെ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വന്ന ഒരേ ഒരു നേതാവ് VSേ ഉള്ളൂ. പ്രഗത്ഭനായ ഒരു നേതാവാണല്ലോ. അതൊന്നും വകവെക്കാതെ ഭരിക്കുന്ന ആളാ. അതുകൊണ്ട് പിന്നെ ഈ പരിസരത്തൊക്കെ ഞങ്ങൾ ഇവിടെ ചെറുപ്പത്തിൽ ഓടി നടന്ന് കളിച്ച് ഞാനും വേറെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഞങ്ങൾ എൻ്റെ അമ്മ തേങ്ങ ആട്ടി ജോലിക്ക് പോകുമ്പം ഞങ്ങൾ രണ്ടുപേരുടെയും തള്ളമാർ ഇവിടെ കൊണ്ടാക്കി വെച്ചും പോകുമായിരുന്നു. ഇവിടെയൊക്കെ ഇവിടെ അന്നത്തെ വീട് പഴയ വീടാണ്. അത് ഞങ്ങൾ ഓടി നടന്ന് കളിക്കുകയും പിന്നെ അവർ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങളെ പിടിച്ചിട്ട് പോണത്. അങ്ങനെയൊക്കെയുള്ള ബന്ധമായിരുന്നു. അന്ന് ഞങ്ങൾ ഈ തൊട്ടപ്പുറത്തൊരു സ്കൂളുണ്ട്, അതിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. ഒരാൾ ഇതിൻ്റെ പുറകിലാണ് താമസിക്കുന്നത്. അങ്ങനെ രണ്ടു കൂട്ടരും ഞാൻ വന്ന് ഇവിടെ കൊണ്ടാക്കി വെച്ചും പോകുന്നത്, അവർ ജോലിക്ക് പോകുന്നതേ.